ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? നമ്മൾ ഇന്നത്തെ മെയിൻ വീഡിയോ ആണ് നമ്മൾ എയിംസ് അക്കാഡമിയുടെ ഫുൾ ഹോം ടൂർ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ അല്ലടാ, അക്കാഡമി ടൂർ. നമുക്കത് ഹോം പോലെയാണ് ഗൈസ്. ചിറാപ്പുഞ്ചി മഴയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടത്താണ്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞാൽ പാളയത്ത് നിന്ന് നമ്മുടെ പട്ട സ്കൂളിൽ പോകത്തില്ലേ, അതിന് മുന്നേ ഉള്ള ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വഴിയിലാണ് നമ്മുടെ എൻട്രൻസ് കോച്ചിങ് വരുന്നത്. കറക്റ്റ് തന്നെ. ഗൈസ് പാളയത്ത് പട്ടം പോകുന്നതിന് റൈറ്റ് സൈഡിൽ ട്രെൻഡ്സ് ഉണ്ട്. അതിന് ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ഗൈസ്, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റോഡ്. ആ റോഡിന്റെ അടുത്ത് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത് ഗൈസ്. ഗൈസ് ആ റോഡ് ലെഫ്റ്റ് വരുന്നതിനാണ് ഇട സൈഡിൽ നമ്മുടെ ബിൽഡിംഗ് ഇരിക്കുന്നത് ഗൈസ്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ബ്ലൂ കളർ ഗേറ്റ് കണ്ടാൽ മതി, എന്നിട്ട് ഇതിന്റെ അകത്ത് കയറിയാൽ മതി. എല്ലാം നമ്മുടെ വീടുപോലെയാണ് ഗൈസ്, ഗേറ്റ് തുറന്ന് അകത്ത് കയറി വന്നാൽ മതി. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ വരുന്നത്. ഗൈസ് ഇത് സൺഡേ ടു ശനിയാഴ്ച വരെ ഓപ്പൺ ആണ് ഗൈസ്, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. സൺഡേ ഫുൾ ഡേ ക്ലാസ് ഉണ്ട് ഗൈസ്. ഇവിടുത്തെ സ്റ്റെപ്പ് നല്ല രസമാണ്. ഇത് സ്പൈറൽ പോലെ ഇങ്ങനെ പോകും, സ്ഥലം ഇറങ്ങും. ആനി പറഞ്ഞപ്പോഴാണ് ഞാൻ സ്പൈറലൊന്ന് അറിഞ്ഞത്. വെൽക്കം ടു എയിംസ് ലേണിംഗ്. ഇതാണ് അതിന്റെ പടിവാതിൽ. കേറി വരുമ്പോ തന്നെ വിശാലമായ കളിസ്ഥലങ്ങൾ. ഇവിടെ റിസപ്ഷൻ ഏരിയ, ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. മാം ഇത് എയിംസ് ലേണിംഗ്സ് അല്ലേ? ഈ മാർക്ക് കുറഞ്ഞ പിള്ളേർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമോ? എല്ലാരെയും പഠിപ്പിക്കും. നിനക്ക് ബുദ്ധി ഇല്ലെങ്കിൽ നിന്നെ ബുദ്ധി ഉള്ളവനാക്കും. അതാണോ താങ്കൾ ഇവിടെ ഇരിക്കുന്നത്? ഇല്ല ഗൈസ്, നമ്മൾ ഇങ്ങനെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അഡ്മിഷനൊക്കെ സെറ്റാക്കി ആൾക്കാരൊക്കെ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്ത്. ഇവിടെ നല്ല സുന്ദരി ചേച്ചിയൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഗൈസ് ഇതും ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഇരിക്കാൻ പറ്റാത്തവർക്ക് അവിടെ ഇരിക്കാം, അതും ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. ഗൈസ് ഇവിടെ നമുക്ക് സ്റ്റുഡൻസിന് വന്നിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് അബിൻചാട്ടൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. അബിൻചാട്ടനോ? ഞാൻ ഒരു പ്രാവശ്യം വിചാരിച്ചാണ് ഇവനെ ചേട്ടൻ, അബിൻ ചേട്ടൻ എന്ന് വിളിക്കാൻ. ഇവനെ എനിക്ക് ചേട്ടൻ എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എല്ലാ കുട്ടികൾക്കും മാതൃകയായിരിക്കണം. ഓക്കെ, അബിൻ ചേട്ടൻ വിളിക്കാം. അബിൻ ചേട്ടൻ. ഓക്കെ, അത്ര വലിയ ഇളക്കം വേണ്ട. ഓക്കെ, ഇവിടെ നമുക്ക് ഫാക്കൽറ്റി റൂം, അധ്യാപകരുടെ റൂം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മടിക്കാതെ വന്ന് ചോദിക്കണം. അതായിരിക്കണം അധ്യാപകർ. എന്താ ഡൗട്ട്? ഫിസിക്സിലൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഫോഴ്സിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഈ ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA. MA എന്ന് പറയുന്നത് ഫസ്റ്റത്തെ വീഡിയോ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ആ സാധനം കണ്ടപ്പോഴേ ഞങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞു. ഈ സാധനം ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫസ്റ്റ് ക്ലാസ് കണ്ടപ്പോ എല്ലാം മനസ്സിലായി. ഫിസിക്സ് എനിക്ക് 10 C+ ആയിരുന്നു. ഈ ഫാക്കൽറ്റി റൂം കഴിഞ്ഞതിന് ശേഷം ഗൈസ് അടുത്ത റൂം വരുന്നതാണ് നമ്മുടെ ഈ എഡിറ്റിംഗ് റൂം. ഗൈസ് എയിംസിന്റെ ലോഗോ കണ്ടാ നമ്പർ 1. നമ്പർ 1 എന്നും നമ്മുടെ മൈൻഡിൽ കാണാം ഗൈസ്. നമ്മളൊരു നമ്പർ 1 ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് റൂം. എഡിറ്റിംഗ് പ്ലസ് ഷൂട്ടിംഗ്. ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യണതും ഷൂട്ട് ചെയ്യുന്നതും. അതെ ഗൈസ്, ഓൺലൈനിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടന്റ് വീഡിയോ ഒക്കെ എടുത്തിടും ഗൈസ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സൂപ്പർ വീഡിയോസ് ഒക്കെ തരും. എല്ലാം കിടിലൻ കണ്ടന്റ് ആണ്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പഠിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ചട്ടമ്പീസിന്റെ ഷൂട്ടാണ്, അപ്പൊ ചട്ടമ്പീസിന്റെ ഷൂട്ടിന്റെ ക്വാളിറ്റി അറിയാല്ല. പിന്നെ ഇവിടെ ഇരുന്നാണ് നമ്മുടെ എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്യണത്. അവർക്കും വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണ്ടന്റ് ഇറക്കും. ആ കണ്ടന്റ് അല്ല, സ്റ്റഡി കണ്ടന്റ്സ്, അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ റൂം, ഓഫീസ്. അയൻസിന്റെ ഫുൾ മെയിൻ സ്ഥലം പ്രിൻസിപ്പൽ റൂം. വലിയ പുള്ളിയല്ലേ ഇവിടെ ഇരിക്കുന്നത്? നീ വലിയ പുള്ളി. യെസ് സാർ. എന്റെ 2 മക്കൾക്ക് അഡ്മിഷൻ എടുക്കാൻ. അശ്വതിയുടെ അമ്മയാണോ? അതോ അച്ചുവിന്റെ അമ്മയാണോ? അച്ചുവിന്റെ അമ്മയാണോ? മോള് പഠിക്കുന്നുണ്ട്. മോള് 95% മുകളിൽ മാർക്ക് ഉള്ളതുകൊണ്ട് നമ്മള് ഫുൾ ട്യൂഷൻ ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം 90% മുകളിലുണ്ടെങ്കിൽ നമ്മൾ 50% ആയിട്ട് ഓഫർ കൊടുക്കുന്നുണ്ട്. നല്ല ഓഫേഴ്സ് ഉണ്ട് ഗൈസ്, അതാണ് ഇവിടുത്തെ മെയിൻ റീസൺ. മോള് റിപ്പീറ്റർ ആണോ നോക്കുന്നത്? അതാ റിപ്പീറ്റ് ആണ്. മോട്ടിവേഷൻ എന്താണ്? മോട്ടിവേഷൻ സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച്. ഹാർഡ് വർക്ക് ഈസ് റോഡ് ടു സക്സസ്. പഠിച്ചിട്ടാ
പണ്ട് 8ാം ക്ലാസ്സിൽ ബോർഡിൽ ടീച്ചർ എഴുതി വെക്കും, അതിനെ വായിക്കും. ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കളിത്തമാശയായിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കും. ഗൈസ് ഇങ്ങനത്തെ ഒരു സാധനം ഒരിക്കലും നമ്മൾ കളിത്തമാശയായിട്ട് എടുക്കത്തില്ല. ഗൈസ് ഇത് നമ്മൾ ബിസിനസ് ആയിട്ട് അങ്ങനെ ഭയങ്കര ഇതായിട്ടല്ല, നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് സ്റ്റുഡന്റ് കാറ്റഗറി. അപ്പൊ സ്റ്റുഡൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പൈസയുടെ ഉപരി നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം പബ്ലിക്കിന്റെ നിൽക്കുന്നതിനേക്കാളും അവർ നമ്മുടെ ഒരു സ്പേസ് നമുക്ക് എപ്പോഴും സംസാരിക്കാം, അങ്ങനത്തെ ഒരു സാധനത്തിനാണ് ഗൈസ് മെയിനായിട്ട് എയിംസ് ഒക്കെ ആണ് നമുക്ക് തുടങ്ങിയത്. ഗൈസ് ഒരു നല്ലൊരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യണം, അതാണ് എല്ലാ പിള്ളേരുടെ ആഗ്രഹം. ഫ്യൂച്ചറിൽ എഡ്യൂക്കേഷൻ ആണ് മെയിൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ഒരു സാധനം തുടങ്ങിയെന്നേ ഉള്ളൂ. ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ഭയങ്കര നല്ല ഡോക്ടേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലല്ലേ, നമ്മൾ എഫേർട്ട് ഇട്ട് കുറെ പേരെ പഠിപ്പിക്കാൻ വെക്കുന്ന നല്ലല്ലേ അതൊക്കെ. ഈ ഒരു ഏജിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്ന് ചെയ്യണം. മോട്ടിവേഷൻ അതാണ് ഗൈസ്, ഏജ് ഒരു വിഷയമല്ല ഗൈസ്, നമ്മുടെ മൈൻഡിൽ എന്തുണ്ടോ അത് ചെയ്യണം. നിനക്ക് മോട്ടിവേഷൻ കിട്ടണില്ലേ? ഇപ്പൊ മോട്ടിവേഷൻ കിട്ടണില്ലേ? നിനക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ? എന്നുവെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ നമ്മൾ ഇപ്പോഴേ പഠിച്ചൊക്കെ സെറ്റ് ചെയ്ത്. നിങ്ങൾ ആരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ആരെയും വെച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാവരും കമന്റ് ഇടുന്നുണ്ട്, ഇത് വേറെ ആരുടെ ഒരു സ്ഥാപനം നമ്മൾ മാർക്കറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. ഇല്ല ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. നമ്മൾ ഇതിനെ ടീച്ചേഴ്സിനെയൊക്കെ ഹയർ ചെയ്ത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാ സ്കോളർഷിപ്പ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ സ്വന്തം സ്ഥാപനം ഗൈസ്, ചട്ടമ്പീസിന്റെ സ്ഥാപനം. നമ്മൾ ഇതിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ല ടീച്ചേഴ്സിനെ കണ്ടുപിടിച്ച്. മെയിനായിട്ട് എൻട്രൻസിന് മാർക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. എൻട്രൻസ് മാത്രമല്ല, നമ്മൾ 8th to +2 ഉള്ള എല്ലാ ട്യൂഷൻ ക്ലാസ്സും ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് 1ാം ക്ലാസ്സിലെ പിള്ളേരെ വരെ നമ്മൾ പഠിപ്പിക്കും ഗൈസ്. 1 മുതൽ +2 വരെ, അത് കഴിഞ്ഞ് എൻട്രൻസ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. ഒറ്റ മൈൻഡ് ഫ്യൂച്ചർ സെറ്റ് ആക്കും ഗൈസ്. കറന്റ് നമ്മൾ 8 to 12 ക്ലാസ്സുള്ള ട്യൂഷൻ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് വരണം, പഠിക്കണം. നിങ്ങൾ ക്ലാസ് എവിടെയെന്ന് കണ്ടുപിടിച്ചാ ഇപ്പൊ വരുന്ന വഴിക്ക്? ഞാൻ ഇതിനകത്ത് മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നേ, ഇതിന്റെ 3ാമത്തെ പ്രാവശ്യം എന്താ ക്ലാസ് കണ്ടില്ല, ഞാൻ വരെ നെട്ടി. നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ നിൽക്കുമ്പോ കാണുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ ക്ലാസ് ഏതായിരിക്കും? ക്ലാസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ക്ലാസ് ഏതാണെന്ന്? ഗൈസ് ഇതാണ് നമ്മുടെ ക്ലാസ്, പക്ഷെ പെട്ടെന്ന് ആരും കാണുമ്പോൾ അറിയത്തില്ല. ഇതാണ് ഹിഡൻ ഡോർ, നമ്മുടെ ക്ലാസ് റൂം. പോകേണ്ടി ദൂരം കാത്തു നിൽക്കാതെ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലാസ് റൂം, ഇവിടുത്തെ ഏറ്റവും വലിയ റൂം. എത്ര പിള്ളേർക്ക് വേണമെങ്കിലും ഇരിക്കാൻ ഗൈസ്, നിറയെ കസേരയുണ്ട്, ഒരുപാട് കസേര ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ ഡെസ്ക് ഒന്നും അല്ല, ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ കസേര. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ നിന്ന് പൊക്കി എഴുതുന്നു, ബുക്ക് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം പഠിക്കാൻ കഴിയും. ഇതാണ് കുറച്ചുകൂടെ നല്ലത് പഠിക്കാൻ വേണ്ടി. നോർമൽ ബെഞ്ച് ആണെങ്കിൽ നമ്മൾ കുറെ സമയം ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് പഠിക്കാനാണെങ്കിൽ നിറയെ സമയം ഇരിക്കണം. അതിനാണ് നമ്മളായിട്ട് സോഫ്റ്റ് സാധനത്തിന്റെ. എന്താണെന്നറിയോ ഇതിന്റെ പ്രത്യേകത? ഇതിലിരുന്ന് നമ്മൾ ലോക്കായി, നമ്മൾ ഇനി പഠിച്ചിട്ട് തന്നെ ഇറങ്ങണം. എങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് AC ആണ് ചെയ്തിരിക്കുന്നത്, നല്ല തണുത്തിരുന്ന് പഠിക്കാം, നല്ല ചില്ലിനെ. ഗൈസ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ആണ്. നമ്മളിപ്പോൾ ഒരു സാധനം അവിടെ ഇങ്ങോട്ട് എറിയുമ്പോൾ നമ്മൾ 10ലാണ് അങ്ങോട്ട് പോകുന്നത്, തിരിച്ച് ആ ഫോഴ്സ് ഇങ്ങനെ വരുമ്പോൾ -10 തിരിച്ചു വരും. ആളെന്ത് തോന്നുന്നത് എനിക്കറിയത്തില്ല, ചുമ്മാ അടിച്ചിട്ട് ഞാനേ വിശ്വസിച്ചു. അല്ല 2ാമത്തെ ക്ലാസ് ഞാൻ കുറച്ച് നേരം ഇരുന്നുള്ളൂ, 2ാമത്തെ സ്കൂളിൽ ഞാൻ പഠിക്കുമായിരുന്നു. ഈ ക്ലാസ് എല്ലാം കണ്ടിട്ട് ഞാനേ ഫിസിക്സ് പഠിക്കും. അവിടെ ഇരിക്കേ അഭിചേട്ടൻ പഠിപ്പിച്ചു തരാം. നമ്മൾ ഫുള്ളി സ്മാർട്ട് ക്ലാസ് രീതിയിലാണ് നമ്മൾ ഫുള്ളി പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെല്ലാം. അതുകൊണ്ട് നമുക്ക് ഡൗട്ട് എല്ലാ കാര്യം നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ ഫാക്കൽറ്റിക്ക് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഫാക്കൽറ്റി മാച്ച് ഇത് എഴുതാനും എല്ലാം പഠിപ്പിക്കാൻ എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. ഫുള്ളി ഡിജിറ്റൽ ആണ്, നമുക്ക് പടമൊക്കെ വരയ്ക്കാൻ പറ്റും. മുട്ട ഇപ്പൊ എക്സാമ്പിൾ ഒരു ഡൗട്ട്, ഇതിപ്പോ പടം മാത്രം. ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികളെ. ഫ്യൂച്ചറിൽ എനിക്കൊരു ടീച്ചർ ആവാനുള്ള ഇതൊക്കെ ഉണ്ട്. ഡിസൈൻ നമുക്ക് ഇങ്ങനെ വരച്ച് പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം? ഞാൻ പറഞ്ഞു തരട്ടെ എങ്ങനെ പഠിക്കുമെന്ന്. ഫസ്റ്റ് നമ്മൾ ഒരു സൈറ്റ് വരയ്ക്കണം, എന്നിട്ട് അതിൻ്റെ എൻട്രൻസ് വരയ്ക്കണം, എന്നിട്ട് ഓരോരോ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, എന്നിട്ട് ചെയറും കസേരയൊക്കെ വരച്ചാൽ മതി. ഡിസൈനറാണ് നമ്മള്. ഇത്രയായിരുന്നു ഡിസൈനിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. ഫുൾ ലൈൻസിന്റെ ഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഗൈസ്. നമ്മൾ പിള്ളേരില്ലാതെയാണ് നമ്മളൊന്ന് ഷൂട്ട് ചെയ്തത്. പിള്ളേരെല്ലാം പോയിട്ട് അവർക്ക് ഡിസ്റ്റർബ് ആയില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക്. അതുകൊണ്ട് അവരെല്ലാം പോയിട്ട് നമ്മൾ പയ്യെ എല്ലാം ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് സ്റ്റുഡൻസിന്റെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗൈസ്, ഇത്രയും എൻക്വയറി വരുമെന്ന് ഗൈസ്. പിന്നെ നമ്മൾ റിപ്പീറ്റേഴ്സിന്റെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും വലിയൊരു ഫെസിലിറ്റീസ് ആണ് ഞങ്ങൾ തുടങ്ങിയത് ഗൈസ്. അത് മെയിൻ സ്പോട്ടായ ട്രിവാൻഡ്രം പട്ടത്തിനടുത്ത്
നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഗൈസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഹോസ്റ്റലിൽ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 8 മുതൽ 12 വരെയുള്ള ട്യൂഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ട്യൂഷനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്, ട്യൂഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. റിപ്പീറ്റേഴ്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അഡ്മിഷൻ എടുക്കുക ഗൈസ്. മെയിനായിട്ട് ഗൈസ് ട്യൂഷൻ ആണോ എൻട്രൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്ത് തരുന്നത് ഗൈസ്. എല്ലാത്തിനും എയിംസ് ലേണിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് അഡ്മിഷൻ എടുത്തോളൂ. ഡീറ്റെയിലും താഴെ കോൺടാക്ട് എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം അഡ്മിഷൻ വേണ്ടുള്ളവർ പെട്ടെന്ന് തന്നെ വരും ഗൈസ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് സ്റ്റുഡൻസിനെ മെയിനായിട്ട് ഉള്ളൂ നമ്മുടെ കയ്യിൽ. നിങ്ങൾ എത്ര നേരത്തെ വരാൻ പറ്റുമോ അത്ര നേരത്തെ വന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഗൈസ്, ആ ഓഫർ പ്രൈസിൽ.